അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ എങ്ങനെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം എന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് ജാറിൽ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത് മൂന്നും ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ റെസിപ്പിയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ റെസിപ്പി വേണമെങ്കിൽ ഫോളോ ചെയ്യാം. അതിലേക്ക് നമ്മൾ കുറച്ച് ജീരകം ഇട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്ത് കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, കറി മസാല ഇത് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇടുക. നമ്മൾ കുറച്ച് നാരങ്ങ നീര് കൂടെ പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇതൊക്കെ ഓരോരുത്തരുടെ ഇതാണ്, എൻ്റെ ഇതാണ്. ഇതിൻ്റെ അകത്ത് രണ്ടൊന്ന് കുരുവൊക്കെ വേണ്ടിയിട്ടുണ്ട്. ആ കുരുവൊക്കെ നമുക്ക് എടുത്ത് കളയാം. അരച്ചെടുത്ത മസാല ഇതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പറയാൻ വിട്ടുപോയ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ മഞ്ഞപ്പൊടി ചേർക്കാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ നമ്മൾ മഞ്ഞപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട്. അപ്പോൾ നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ നമ്മൾ ലെഗ് പീസാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ലെഗ് പീസ് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യുക. കുറച്ച് ക്രഷ് ചെയ്ത ചില്ലി ആഡ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഓരോരുത്തരും ഇഷ്ടമാണ്. ഇത് നമ്മളെ റെസിപ്പിയാണിത്. ഇത് കണ്ടിട്ടാലും നമ്മളെ ചീത്ത വിളിക്കാൻ വരുന്നത്. എനിക്ക് കുറച്ച് എരിയൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ എരി കൂടുതൽ ഇട്ടത്. ഇനി എരി കൂടിപ്പോയി അല്ലെങ്കിൽ എരി കുറഞ്ഞു പോയി, ഇങ്ങനെയല്ല ചിക്കൻ കറി വയ്ക്കുന്നത്, ചിക്കൻ ഫ്രൈ വയ്ക്കുന്നത് സമയത്ത് കുറച്ച് ഒലിവ് ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മളൊരു ഭംഗിക്ക് വേണ്ടി ഒരു കറിവേപ്പിലയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇരിക്കട്ടെ. ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്.